ഹായ്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അതെൻ്റെ ആദ്യത്തെ അവസാനത്തെയും യൂട്യൂബ് വീഡിയോ ആയിരിക്കുന്നതാണ്. പക്ഷേ കുറേ പേർക്ക് ആ വീഡിയോ കണ്ട് കുറേ റെസ്പോൺസസ് വന്നു. അപ്പോൾ കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, യു കെയിലോട്ട് എങ്ങനെയാണ് പോയത്, അല്ലെങ്കിൽ അതിനുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ പോയ പാത്ത് വേസ് എങ്ങനെയാണ്, അതിനെപ്പറ്റി കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ഞാൻ 2018 പാസ് ഔട്ടായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്കങ്ങനെ കൃത്യമായിട്ട് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചാൾ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഐഡിയ ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് തട്ടിമുട്ടി അങ്ങനെ പോകണം എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഒരു കോവിഡ് ടൈമൊക്കെ ആയപ്പോൾ, അല്ലെങ്കിൽ ഒരു 2019-20 ആ ഒരു പീരീഡിലാണ് ഞാൻ വിചാരിക്കുന്നത്, ഓക്കെ എന്നാൽ പുറത്ത് പോവാം. അതെവിടെ പോകണം എന്നുള്ള കാര്യത്തിൽ പോലും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകണം, ഇന്ത്യക്ക് പുറത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആദ്യമായിട്ട് വരുന്നത്. പാസ് ഔട്ട് ആകുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഒരു ചിന്തയിലേ പോലും ഒരു സംഭവമില്ല. ബിക്കോസ് എൻ്റെ ബാച്ച് മേറ്റ്സിൽ കുറച്ച് പേര് ഓൾറെഡി യു കെയിൽ പോയിരുന്നു ഹൗസ് സർജൻസി കഴിഞ്ഞ ഉടനെ. പക്ഷേ അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്, എൻ്റെ പോലത്തെ ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പോയതുകൊണ്ടും അപ്പോൾ എനിക്കതുകൊണ്ട് അതൊരു എന്നെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഒട്ടും ഇങ്ങനെ പഠിക്കാതെ ഉഴപ്പി നടന്നിട്ടുള്ളൊരു പീരീഡാണ് കോളേജ് ടൈം എന്ന് പറയുന്നത്. പക്ഷെ അവർ പോയത് അത്ര എഫിഷ്യൻ്റ് ആണ്, എല്ലാം പ്ലാൻഡ് ആണ്, കൃത്യമായ ഗോൾസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അവിടുത്തെ പോലെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുകയേ ചെയ്യാതിരുന്നത്. പിന്നെ ഇന്ത്യക്ക് പുറത്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കാനുണ്ടായൊരു റീസൺ എന്ന് പറഞ്ഞാൽ പല റീസൺസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സാലറി ഒരു റീസൺ ആയിരുന്നു. അന്ന് NHM-ലാണ് ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തിരുന്നത്. പിന്നെയും പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ക്ലിനിക്സിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പല ഷിഫ്റ്റുകളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഈ NHM സാലറി എന്ന് പറഞ്ഞാൽ ടാക്സ് കഴിഞ്ഞ് കിട്ടുന്നത് നമ്മുടെ കയ്യിലൊരു 37,000 റുപ്പീസാണ്. 37 ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും 40 താഴെയാണ്. അപ്പോൾ നമ്മൾ പ്രൈവറ്റിൽ വർക്ക് ചെയ്താലും, ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തിരുന്നു കുറച്ച് മാസം, 24 അവർ ഷിഫ്റ്റിന് 5,000 ആണ്. പക്ഷേ ഈ 24 അവർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഹെക്റ്റിക്കാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, ബ്രേക്ക് കിട്ടിയാൽ കിട്ടി, ഫുഡ് കഴിക്കാൻ പറ്റിയാലായി എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഓഫ്, വീണ്ടും 24 അവർ അടുത്ത ദിവസം, അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേ 24 അവർ ഡ്യൂട്ടി ചെയ്താലാണ് നമുക്ക് ഒരു 5,000 റുപ്പീസ് എന്നുള്ളൊരു എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ അതെനിക്ക് ഒട്ടും നടക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്കൊരു ആവശ്യം വന്നാലും, നമ്മൾ സിക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് എന്തെങ്കിലും പരിപാടിക്ക് പോകണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ലാത്തൊരവസ്ഥയായിരുന്നു. സാറ്റർഡേ സൺഡേ എന്നില്ല, ബാങ്ക് ഹോളിഡേയ്സ് ഇല്ല, ഒരു മുടക്കും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കാം. പിന്നെ അങ്ങനത്തെ ക്ലിനിക്കുകൾക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാരണം കൊണ്ടായാലും വരാൻ പറ്റിയില്ലെങ്കിൽ, അതിപ്പോൾ രോഗമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമാവാം, നമ്മൾ വേറെ ആളെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് ലാസ്റ്റ് മിനിറ്റിലാണെങ്കിൽ നമുക്ക് ആളെ കിട്ടാനും പാടാണ്. അപ്പോൾ അതൊരു വലിയ കമ്മിറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് 24 അവേഴ്സ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു സോഷ്യൽ ലൈഫില്ല, ഒന്നുമില്ല. പണിയെടുക്കുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ടെന്നല്ലാണ്ട് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫില്ല. അതൊരു ഫാക്ടറായിരുന്നു. പിന്നെ വർഷങ്ങളായിട്ട് ഇപ്പോൾ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, മെഡിക്കൽ ഫീൽഡിലുള്ളവരെല്ലാവരും എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിന് വെളിയിലുള്ളവർ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെതിരെയുള്ള ആക്രമണങ്ങളുടെ എണ്ണം, അത് ഡോക്ടേഴ്സ് മാത്രമല്ല, ഡോക്ടേഴ്സിലാണ് കൂടുതലും, പിന്നെ നഴ്സിംഗ് സ്റ്റാഫ് അവർക്കൊക്കെ ഉണ്ട്. ഒരുപാട് ആക്രമണങ്ങളുടെ എണ്ണം, ഹോസ്പിറ്റലിൽ ഒരു മോബ് വന്ന് ആക്രമിക്കുന്നതിൻ്റെ ഒരു സംഭവം വല്ലാണ്ട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞൊരു 5-10 ഇയേഴ്സിൻ്റെ ഇടയിൽ. അതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യണം, ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യണം. ഇത് എപ്പോൾ വേണമെങ്കിലും ആരും നമ്മളെ ആക്രമിക്കാം എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, നമുക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യില്ല. നമുക്ക് എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്, ഇത്രയും റിസ്ക് എടുത്തിട്ട് അതിനുള്ള വെർത്തായിട്ടുള്ള പേയും കിട്ടുന്നില്ല, പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് തോന്നലുകളൊക്കെ വരും നമുക്ക് ആ സമയത്ത്. അപ്പോൾ ഈ മോബ് വയലൻസ്, ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത്, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ ആക്രമിക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതും ഒരു വിഷയമായിരുന്നു. പിന്നെ നമുക്കൊരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ നാട്ടിൽ ഭയങ്കര പാടാണ്. ഞാൻ നാടിനെ മൊത്തത്തിൽ കുറ്റം പറയല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. കാരണം പുറത്തു പോയി വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സും ഡിസിഷനുമാണ്. അല്ലാതെ പുറത്തു പോയാൽ മാത്രം നല്ലതുള്ളൂ, നാട്ടിലെല്ലാം മോശം, അങ്ങനത്തെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഒന്നും എനിക്കില്ല. പക്ഷേ നാട്ടിൽ കുറേ പ്രഷേഴ്സ് ഉണ്ട്. നമുക്ക് ഒരു പക്ക എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, യൂട്യൂബിലല്ലാന്ന് മാത്രം. ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസ് ആയാലും, നമുക്കറിയാം ഒരാൾക്ക് വൈറൽ ഫീവർ ആണെന്ന് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാമെങ്കിലും പേഷ്യൻസ് നമ്മുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യും ഫസ്റ്റ് തന്നെ, എനിക്ക് ആൻറ്റിബയോട്ടിക് വേണം എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ ഫോഴ്സ്ഡ് ആവും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എവിഡൻസിൻ്റെ പുറത്ത് നമുക്കൊരു രോഗിയെ ചികിത്സിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഡോക്ടേഴ്സിനാണ് കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ.
അപ്പോൾ അതും എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനിതൊരു ടീം ഗെയിമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, അല്ലാണ്ട് ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് എല്ലാം ഒരാളാണ് അല്ലെങ്കിൽ KGF ഹീറോൻ്റെ പോലെ ഒരാൾ ഒറ്റയ്ക്ക് എല്ലാം നേടിയെടുക്കുക എന്നുള്ളൊരു പരിപാടിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. മെഡിസിൻ എന്ന് പറയുന്നത് ഒരു ടീം ഗെയിമാണ്. അതിലെല്ലാവർക്കും ഓരോരോതായിട്ടുള്ള റോൾസ് ഉണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, ലാബ് ടെക്നീഷ്യൻസ് സ്റ്റാഫ് ഉണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഇവർക്കൊക്കെ ഓരോ റോൾസ് ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റ മനസ്സോടുകൂടെ ഒരു വിഷനോടുകൂടെ ഒരു രോഗിയുടെ ട്രീറ്റ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ്, അതാണ് ഒരു ടീം ഗെയിം. ഞാനത് കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. നാട്ടിൽ അതിനുള്ള സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കമ്പയർഡ് ടു UK. ഇപ്പോൾ UK-യിലും നാട്ടിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ എനിക്കത് ആ ഒരു ടീം ഗെയിം, ഒരു ടീം അറ്റ്മോസ്ഫിയറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് അതും ഒരു ഫാക്ടറായിരുന്നു. പിന്നെ വർക്ക് ലോഡ് എന്ന് പറയുന്ന സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എനിക്ക് അതിനേക്കാളും ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ട്രിഗർ ആയിട്ടുള്ള കാര്യം പുറത്തു പോകുക എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആണ്. ഞാനന്നൊരു CHCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൺഡേ ആണ്. അപ്പോൾ 9 to 1 ആണെന്ന് OP ഉള്ളൂ സൺഡേ ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം കൂടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോവാം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അതിന് പോവാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ വന്നിട്ട്, അന്നത്തെ ഞാൻ കണ്ട ലാസ്റ്റ് ടോക്കൺ നമ്പർ എന്ന് പറയുന്നത് 224 ക്ലിനിക്കിൻ്റെ ടൈം 1 മണി വരെയാണെങ്കിലും, അല്ലെങ്കിൽ ഹെൽത്ത് സെൻ്ററിൻ്റെ ടൈം 1 മണി വരെയാണെങ്കിലും അതിങ്ങനെ നീണ്ടുപോയി 3:30. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലേ 3:30-4 മണി സമയമായിട്ടും. അപ്പോൾ 224 പേഷ്യൻസിനെ ഞാൻ ഈ 6 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കുകയാണ്. അതെനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു. കാരണം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. കാരണം ഗ്ലോബലി ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഒരു രോഗിക്ക് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ക്ലിനിക്കൽ കൺസൾട്ടേഷനിൽ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് എങ്കിലും കൊടുക്കണം എന്നാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. നമുക്ക് ഈ 6 മണിക്കൂറിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറിൻ്റെ ഇടയിൽ 220 ആളെ കാണാമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 1 മിനിറ്റിൽ താഴെയായിരിക്കും ചിലപ്പോൾ കിട്ടുക. കണക്ക് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, ഓൾമോസ്റ്റ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സിംറ്റംസ് ട്രീറ്റ് ചെയ്യാം, രോഗികളുടെ ലക്ഷണങ്ങൾ ട്രീറ്റ് ചെയ്യാം എന്നല്ലാതെ എന്താണ് രോഗം എന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ കോർ എന്താണ്, അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം പോലും നമുക്കില്ല. അത്രയും പ്രഷറാണ്, അത്രയും ഡിമാൻഡാണ്. അങ്ങനെ ഒരു സംഭവം ചെയ്യാനല്ല ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ ഒരു രോഗിയെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അയാളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്ത് നീഡ്സും അയാളുടെ ഒരു സോഷ്യൽ സിറ്റുവേഷനും എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാനാണ് ഞാൻ. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഫ്രഷായിട്ട് പാസ് ഔട്ടായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ഐഡിയലായിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതും പറ്റാതെ വരുന്നൊരു സാഹചര്യം, ആ ഒരു കൈൻഡ് ഓഫ് പരിപാടി എനിക്കിഷ്ടമല്ല. അതുകൊണ്ടും കൂടെയാണ് പിന്നെ ഞാൻ ഇത് പരിപാടി നടക്കില്ല. എൻ്റെ സാലറി മോശമാണ്, എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് മോശമാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഓഫ് കെയർ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എന്ത് താങ്ക്യാണ് ഞാൻ അത് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ് ഇങ്ങനെ പുറത്തോട്ട് വരാൻ തീരുമാനിച്ചത്. അപ്പോൾ UK ആയിരുന്നില്ല ആദ്യത്തെ എൻ്റെ ആഗ്രഹം, ഓസ്ട്രേലിയ എന്നായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയയിലൊന്നും പോയിട്ടുള്ള കുറേ പേരെ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാമിലിയിലാരും ഡോക്ടേഴ്സ് ഇല്ല. ഫ്രണ്ട്സിലായാലും കോളേജിലായാലും അതൊന്നും അധികം പേരൊന്നും സീനിയേഴ്സ് ആയാലും അങ്ങനെ ഓസ്ട്രേലിയ പോയി ഞാൻ കണ്ടിട്ടില്ല. കുറേ പേര് US പോയിട്ടുണ്ട്, UK പോയിട്ടുള്ളപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് സീനിയേഴ്സ് ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ UK പോകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഫോറംസ് ഉണ്ട്, ഫേസ്ബുക്കിലായാലും റെഡിറ്റിലായാലും ഒക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ്റെ ഒക്കെ ഭാഗമാവാം, അല്ലെങ്കിൽ അവിടുത്തെ ത്രെഡുകളൊക്കെ വായിക്കാൻ, എന്തൊക്കെ രീതിക്ക് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറേ സോഴ്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയ വേണ്ട, UK എന്നുള്ളൊരു ഡിസിഷനിലോട്ട് എത്തി. US എനിക്ക് ചിത്രത്തിലേ ഇല്ലായിരുന്നു, ബിക്കോസ് USMLE പ്ലാബിനേക്കുള്ള ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ എനിക്ക് അത്ര അഫോർഡ് ചെയ്യാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ആം കമ്മിങ് ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പോൾ അത്രയും പൈസ ചിലവാക്കാനുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ അത് പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എഴുതാനുള്ള ഒന്നുമില്ല. അപ്പോൾ പിന്നെ US എന്നുള്ളതും ചിത്രത്തിൽ നിന്ന് മാറ്റി. അങ്ങനെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ UK വരാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പോൾ നമുക്ക് ഇതിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ അതിന് പുറമെയുള്ള ആളുകൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ത്യയിലെ ഏത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഏത് ലെവലിൽ പഠിച്ചു എന്ന് പറഞ്ഞാലും, എത്ര നോളേജ് ഉണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ലൈസൻസിങ് എക്സാം പാസ്സാവണം. ഇപ്പോൾ US അതിനെ USMLE എന്ന് പറയും. UK ഇപ്പോൾ നിലവിലുള്ള ലൈസൻസിങ് എക്സാമിനെ പറയുന്നത് പ്ലാബ് എന്നാണ്. അപ്പോൾ ഈ പ്ലാബ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിനൊരു തിയറി പാർട്ടുണ്ട്. പ്ലാബ് 1 എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമാണ്. പ്ലാബ് 2 എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ എക്സാമാണ്. പ്ലാബ് 1 നമുക്ക് നാട്ടിൽ നിന്ന് എഴുതാം, പല എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്, ചെന്നൈ, ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് എഴുതിയത്. അപ്പോൾ അതിന് കുറേ തിയറി നന്നായിട്ട് പഠിക്കണം, ക്ലിനിക്കൽ സിനാരിയോസ് കുറേ അറിയണം. അത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MBBS മൊത്തത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയല്ല, ഒരു ആവറേജ് ഇൻ്റലിജൻസ് ഉള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ എന്നാലും പഠിക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പഠിച്ച് എന്നാൽ അത്ര ബുദ്ധിമുട്ടുള്ള സംഗതിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പ്ലാബ് 1 പാസ്സായി.
പ്ലാബ് ടുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എക്സാം എഴുതണമെങ്കിൽ നമ്മൾ UK വരണം. UK മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് ഇതിൻ്റെ സെൻറ്റർ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മളിവിടെ കുറച്ചാളും പ്രാക്ടീസ് ചെയ്യാൻ ഇൻ എ സെൻസ് ഈ ക്ലിനിക്കൽ കുറേ സിനാരിയോസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഈ എക്സാം കൊടുക്കുകയാണ്. അപ്പോൾ എക്സാം എൻ്റെ ലൈഫിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എക്സാം ഈ പ്ലാബ് 2 ആണ്. അത് ആ പരീക്ഷയുടെ ഡിഫിക്കൽട്ടി കാരണമല്ല, അതിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് അതിനെ അത്രയും ഡിഫിക്കൽട്ടാക്കുന്നത്. കാരണം നമ്മൾ ഒരു വേറെ രാജ്യത്തോട്ട് വന്ന് അവിടുത്തെ വെതറും അവിടുത്തെ ഭാഷയും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇംഗ്ലീഷ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വെച്ചാലും അത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ല. പല ആക്സൻറ്റുകൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, അവിടുത്തെ ഭാഷ, ഭക്ഷണം, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ വെതർ, അതൊരു വലിയ ഫാക്ടറാണ് കേട്ടോ. ഇതൊക്കെ അതിജീവിച്ചിട്ട് വേണം നമ്മൾ ഈ എക്സാമിന് പോകാൻ. എക്സാം എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ഒരു 10-16 സ്റ്റേഷൻ ഉണ്ട്, 16 ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ അത് മാറിയിട്ടണോ എനിക്കറിയില്ല. ഈ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേഷനും ഓരോ ക്ലിനിക്കൽ സിനാരിയോ ആയിരിക്കും. നെഞ്ചുവേദനയായിട്ട് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ശ്വാസം മുട്ടലായിട്ട് വരുന്ന ഒരാൾ, അങ്ങനത്തെ ഓരോ സിനാരിയോസ് നമുക്ക് തരും. അപ്പോൾ നമ്മളെങ്ങനെ ഒരു ഡോക്ടറായിട്ട് ആ കൺസൾട്ടേഷൻ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നാട്ടിലെ പോലെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടുത്തെ പ്ലാബ് എക്സാമിൽ. അപ്പോൾ നമ്മൾ ഒരു രോഗിയെ കിട്ടുമ്പോൾ അവരെ നന്നായിട്ട് ഗ്രീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അങ്ങനെയൊക്കെയുള്ള രീതിയിലൊരു അപ്രോച്ചും വേണം. എന്നാൽ സിംറ്റംസിൽ നിന്ന് നമുക്കൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഉണ്ടാക്കി ഒരു ഡയഗ്നോസിസിൽ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യവും വേണം. അപ്പോൾ നമ്മൾ ആസ് എ ക്ലിനീഷ്യനും നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്, ആസ് എ പ്രൊഫഷണൽ നമ്മൾ എത്തിക്കലാണോ, നമ്മളൊരു പ്രോപ്പർ പ്രൊഫഷണൽ ആണോ എന്നുള്ള രീതിയിലും അത് അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു എക്സാം ആയിരുന്നു. എക്സാം സിനാരിയോസിൻ്റെ ബുദ്ധിമുട്ട് കാരണമല്ല, ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള എക്സാം ആയിരുന്നു. ഞാൻ പൊട്ടുമെന്നാണ് വിചാരിച്ചത്. തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു പരീക്ഷ കഴിഞ്ഞപ്പോൾ, എടാ അത് എന്തായാലും പൊട്ടും, വേറെ നിവർത്തിയില്ല, ഇത് നടപടിയാവും തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതൊക്കെ നമ്മൾ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് വേണം വരാൻ. ഈ സംഭവമൊക്കെ നടക്കുന്നത് 2021-22 ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് കോവിഡിൻ്റെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എന്തോ ഭാഗ്യത്തിന് ആ പരീക്ഷ പാസ്സായിട്ട് ഞാൻ കുറച്ചാൾ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കൽ ഒബ്സർവേർഷിപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് അത് ഒരു തരത്തിൽ മാൻഡേറ്ററി ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആയി ഓൾറെഡി. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ഒബ്സർവേർഷിപ്പ് ചെയ്തു. നമ്മളവിടെ എങ്ങനെയാണ് NHS വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ പഠിക്കാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ 2022 ഓഗസ്റ്റിലാണ് ഞാൻ ജോലി കിട്ടി UK വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഹോൾ ജേണി. അതായത് ഞാനിതിൻ്റെ ആദ്യം തന്നെ നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് വേണം, IELTS അല്ലെങ്കിൽ OET. എനിക്കന്ന് OET എന്ന് പറഞ്ഞ സംഗതി ഉണ്ടോയെന്ന് പോലും അറിയില്ല. ഞാനാകെ IELTS മാത്രമേ കേട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ IELTS അറ്റൻഡ് ചെയ്തു. പക്ഷെ കുറേ പേര് പറയുന്നത് OET ആണ് കുറച്ചും കൂടെ എളുപ്പം എന്നാണ്. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ OET എഴുതിയേനെ, പക്ഷേ എനിക്ക് അതിനെ പറ്റി ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ IELTS എഴുതി, IELTS ക്ലിയർ ചെയ്തു. അത് 2020 IELTS ക്ലിയർ ചെയ്തു. 21 എനിക്ക് 21 ഓഗസ്റ്റിലാണ് എനിക്ക് പ്ലാബ് 1 എക്സാമിന് ബാംഗ്ലൂർ ഡേറ്റ് കിട്ടുന്നത്. 22 ഓഗസ്റ്റിലാണ് ഞാൻ UK വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അതായത് മൊത്തം ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് 2 കൊല്ലം എടുത്തു. അത് എക്സാംസിൻ്റെ കാഠിന്യം കൊണ്ടോ, ഞാൻ 3 എക്സാംസും ഫസ്റ്റ് ആൻസർ ക്ലിയർ ചെയ്തതാണ്. പക്ഷെ അതുകൊണ്ടല്ല, ആ സമയത്ത് കോവിഡിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിസയുടെ കാര്യത്തിലായാലും ട്രാവലിങ്ങിൻ്റെ കാര്യത്തിലായാലും കുറേ ട്രാവൽ ബാനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് 2 കൊല്ലത്തോളം എടുത്തു. അപ്പോൾ ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഈ എക്സാം എല്ലാം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് UK ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ്. UK ലൈസൻസ് എന്താ പറയുക, മെഡിക്കൽ കൗൺസിലിനെ പറയുന്നവർ ജനറൽ മെഡിക്കൽ കൗൺസിൽ എന്നാണ്, GMC എന്ന് പറയും. അപ്പോൾ അവിടെ UK വർക്ക് ചെയ്യാൻ ആസ് എ ഡോക്ടർ നമുക്കൊരു ലൈസൻസ് കിട്ടുന്നു. എന്നിട്ടാണ് നമുക്ക് പിന്നെ ജോലിയും കാര്യങ്ങളും പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങും അതൊക്കെ പിന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹോൾ ജേണി എന്ന് പറയുന്നത്. 2 കൊല്ലം ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്ത് ലൈസൻസ് കയ്യിൽ കിട്ടുന്നത്. പിന്നെ ജോലി ചെയ്തിട്ട് ബേസിക്കലി നമുക്കിവിടെ ജോലി ചെയ്തിട്ട് നമുക്കൊരു ഫോം വേണം, ക്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോം വേണം. അതിപ്പോൾ നാട്ടിൽ നിന്ന് ഒപ്പിടാം. അത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ്, അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. ബേസിക്കലി ഒരു ക്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോം വേണം. ഈ ഫോമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ UK പഠിച്ചിട്ടുള്ള ഒരാളുടെ അതേ ലെവൽ ഓഫ് കോമ്പിറ്റൻസി അച്ചീവ് ചെയ്തു എന്ന് ഇവിടുത്തെ ഒരു കൺസൾട്ടൻറ്റ് നമുക്ക് സൈൻ ചെയ്ത് തരുന്ന ഒരു പരിപാടിയാണ് ഈ ക്രസ്റ്റ് ഫോം. ഈ ക്രസ്റ്റ് ഫോം കിട്ടിയാലാണ് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അത് ഏത് സ്പെഷ്യാലിറ്റി ആണെങ്കിലും. അപ്പോൾ അങ്ങനെ 2024 തുടക്കത്തിൽ എനിക്ക് എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. വീണ്ടും ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ ആകെ 2 സ്പെഷ്യാലിറ്റി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, either സൈക്കാട്രി അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീസ് തന്നെയാണ് ഈ ഫാമിലി മെഡിസിൻ എന്ന് പറയുന്ന പരിപാടി. ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമായിരുന്നത്. ഞാൻ ഇവിടെ വന്ന് വർക്ക് ചെയ്തത് ഇൻറ്റേർണൽ മെഡിസിനിലാണ്. 2 കൊല്ലം വർക്ക് ചെയ്തു ഞാൻ ഇൻറ്റേർണൽ മെഡിസിനിൽ. പക്ഷേ എനിക്കത് ഒരു
ലോങ് ടേം എൻ്റെ ഒരു ഇതിന് ലോങ് ടേം ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്കത് തോന്നിയില്ല. എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ബേൺ ഔട്ട് ആക്കുന്നൊരു സംഭവമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ വേണ്ട, ഇൻറ്റേർണൽ മെഡിസിൻ വേണ്ട. ഞാനങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം എത്തിച്ചേർന്നൊരു സ്പെഷ്യാലിറ്റി ഈ രണ്ടെണ്ണമാണ്, ഏതൊരു സൈക്യാട്രി അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീസ്. അപ്പോൾ സൈക്യാട്രി എനിക്ക് കിട്ടിയില്ല. ആ കൊല്ലം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നു എക്സാം. ആ കൊല്ലം എന്നല്ല, കഴിഞ്ഞ കൊല്ലവും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നു. ഇനിയുള്ള കൊല്ലങ്ങളും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരിക്കും, കാരണം അത്രയ്ക്കധികം പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പത്തെ കൊല്ലമായിരുന്നെങ്കിൽ ഇതേ സ്കോറിന് എനിക്ക് സൈക്യാട്രി കിട്ടിയാണ്, പക്ഷേ എൻ്റെ കൊല്ലം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു സൈക്യാട്രി കിട്ടാത്തതിൽ. പക്ഷേ പിന്നെ ജനറൽ പ്രാക്ടീസ് എടുത്തു, എൻ്റെ സെക്കൻഡ് ചോയ്സ് ആയിരുന്നു. ഐ വാസ് ഹാപ്പി, ഐ ആം സ്റ്റിൽ ഹാപ്പി. ജനറൽ പ്രാക്ടീസ് എടുത്തതിൽ എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ആണ്, ഇനി 2 കൊല്ലം കൂടി ഉണ്ട്, മൊത്തം 3 കൊല്ലമാണ് ട്രെയിനിങ് പ്രോഗ്രാം. പിന്നെ അതിൻ്റെ ഇടയ്ക്കും ഈ പറഞ്ഞ പോലെ കുറേ എക്സാംസും പോർട്ട്ഫോളിയോയും പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല ട്രെയിനിങ് എന്ന് പറയുന്നത്, നല്ല പണിയുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ട ഒരു സ്പെഷ്യാലിറ്റിയിലോട്ട് ഞാൻ എത്തിയല്ലോ. അല്ലാതെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഈ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, നമ്മളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്പെഷ്യാലിറ്റി നമ്മൾ പുറത്ത് എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ കേട്ടിട്ട് ഈ സ്പെഷ്യാലിറ്റി എടുത്താൽ ഭയങ്കര ഡിമാൻഡാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് എൻജോയ് ചെയ്യണം, ജെനുവിൻലി എൻജോയ് ചെയ്യണം. അങ്ങനെയുള്ളൊരു സ്പെഷ്യാലിറ്റി എടുത്താലേ നമുക്കൊരു ലോങ് ടേം വെൽബീയിങ്ങിനും നമ്മുടെ ഹാപ്പിനെസ്സിനൊക്കെ സഹായിക്കുള്ളൂ. അല്ലാതെ നമുക്ക് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റി ഒക്കെ എടുത്തിട്ട് അവസാനം അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളായാലും ഇനിയിപ്പോൾ എനിക്കാകെ പറയാനുള്ള ഒരു അഡ്വൈസ് സ്പെഷ്യാലിറ്റിയുടെ കാര്യത്തിൽ ഇതാണ്, എന്ത് സ്പെഷ്യാലിറ്റി എടുത്താലും നിങ്ങളത് ജെനുവൻലി ഇൻട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ നിന്നൊരു കോളിങ് വരണം. അങ്ങനെ വന്നിട്ട് എടുത്താൽ നിങ്ങളത് എൻജോയ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. നിങ്ങൾ സർവൈവ് ചെയ്യുമായിരിക്കും, ട്രെയിനിങ് കഴിയുമായിരിക്കും, പക്ഷേ നിങ്ങൾ ബേൺ ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോൾ UK ജേണി എന്ന് പറയുന്നത്. ഇതിൽ UK ജേണിയിൽ കുറേ കോമഡികൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്, ഞാനിതിന് മുമ്പ് ഞാൻ പറഞ്ഞു മാഞ്ചസ്റ്ററിലായിരുന്നു എക്സാം. ആ എക്സാം എഴുതാൻ ഫ്ലൈറ്റ് കയറി വരുന്നത്, അതെൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. അതിന് മുമ്പ് ഞാൻ ഒരു ഒറ്റ തവണ ഫ്ലൈറ്റ് കയറിയിട്ടുള്ളൂ, അത് കൊച്ചി ടു ബാംഗ്ലൂർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിലൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ, ഫ്ലൈറ്റ് കയറി എവിടെയെങ്കിലൊക്കെ പോകണം, എയർപ്ലെയിൻ്റെ അകം കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എൻ്റെ വീട്ടുകാരെന്നെ കൊണ്ടുപോയിട്ടുള്ളതാണ് കൊച്ചി ടു ബാംഗ്ലൂർ. അതാണ് എൻ്റെ ആകെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് ഞാൻ ഇതുവരെ സൗത്ത് ഇന്ത്യ വിട്ട് ട്രാവൽ ചെയ്തിട്ടില്ല അതിൻ്റെ മുകളിലോട്ട്. ഞാൻ ഈ അടുത്താണ് ഡൽഹി നൈനിറ്റാളൊക്കെ പോയത്. അപ്പോൾ മാഞ്ചസ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് സൗത്ത് ഇന്ത്യക്ക് അപ്പുറമുള്ള ഇന്ത്യ പോലും അറിയില്ല. അവിടെ നിന്ന് ഞാൻ നേരിട്ട് മാഞ്ചസ്റ്ററിലോട്ട് പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോമഡി. ഇപ്പോൾ പറയുമ്പോൾ കോമഡിയാണ്, പക്ഷെ അന്ന് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. കാരണം നമുക്കൊരു നൈഫ് ഫോർക്ക് ഉപയോഗിക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ആ ഒരു സാഹചര്യങ്ങളിലൊന്നുമല്ല വളരുന്നതൊന്നും. അപ്പോൾ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഇംഗ്ലീഷ്, എൻ്റെ ഇംഗ്ലീഷ് ഭയങ്കരമായ ഇംഗ്ലീഷൊന്നുമല്ല, ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അല്ലാതെ ഭയങ്കര പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടുള്ള അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയുന്ന പിള്ളേരുടെ അത്രയൊന്നും നന്നായിട്ടൊന്നും ഇംഗ്ലീഷ് പറയാൻ എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു മിനിമം ഇംഗ്ലീഷ് ഉണ്ട്, എനിക്ക് സംസാരിക്കാൻ അറിയാം, കമ്മ്യൂണിക്കേറ്റ് അറിയാം, പറഞ്ഞാൽ മനസ്സിലാക്കാൻ അറിയാം, അത്രയും ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടും കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഒരു സിസ്റ്റമായിട്ട് പൊരുത്തപ്പെടാനും ഇവിടുത്തെ രീതികളായിട്ട് പൊരുത്തപ്പെടാനൊക്കെ കുറേ ചാലഞ്ചസ് ഉണ്ട്. വെതർ ഒരു ഭയങ്കര ചാലഞ്ചാണ്. നമ്മുടെ നാട്ടിൽ അത്രയും വാമായിട്ടുള്ളൊരു വെതർ വന്നിട്ട് ഇവിടെ വന്നിട്ട് നേരെ കയറുന്നത് വിൻ്ററിലോട്ടാണ്. അത് ഇവിടുത്തെ വിൻ്റർ എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ കുറേ സമയം എടുത്തു. എന്നാലും കുഴപ്പമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് എൻ്റെ ഡിസിഷനിൽ റിഗ്രറ്റ് ഒന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പുറത്ത് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. ചിലർക്ക് നാട്ടിൽ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. എനിക്കിവിടെ വന്നിട്ട് തോന്നിയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 40 hour വർക്ക് വീക്കാണ്. എനിക്ക് ഒരാഴ്ചയിൽ, അതിപ്പോൾ ഞാൻ ഏത് ജൂനിയർ മോസ്റ്റ് ലെവൽ ഡോക്ടർ ആണെങ്കിലും ഏത് കൺസൾട്ടൻ്റ് ആണെങ്കിലും എനിക്ക് 40 മണിക്കൂർ പണിയെടുത്താൽ മതി. വീക്കെൻഡ്സ് ഒക്കെ ഓഫാണ്. വീക്കെൻഡ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റോട്ടയുടെ ഭാഗമായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ അതിന് വീക്കെൻഡ് വർക്കിന് നമുക്ക് എക്സ്ട്രാ ബാൻഡിങ് എന്ന് പറയും, എക്സ്ട്രാ പേ ആണ്. ബാങ്ക് ഹോളിഡേയ്സ് ആയാലും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, വർക്ക് ചെയ്യേണ്ട വന്ന എക്സ്ട്രാ പേ ആണ്. അതുപോലെ സിക്ക് ലീവ് ഉണ്ട്, നമുക്ക് സ്റ്റഡി ലീവ് ഉണ്ട്, സ്റ്റഡി ബഡ്ജറ്റ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കോഴ്സൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ട്. അത് നമുക്ക് ആ കോഴ്സിന് ചിലവാക്കുന്ന ഫീ നമുക്കത് എഴുതി മേടിക്കാൻ പറ്റും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിന് എനിക്ക് ഭയങ്കര, ആസ് എ പ്രൊഫഷണൽ എനിക്ക് ഭയങ്കര നന്നായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു UK വരാമെന്നുള്ളത്. പക്ഷെ അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. കുറേ പേർക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട്, തിരിച്ച് നാട്ടിൽ പോകുന്ന ആളുകളുണ്ട്, ചിലപ്പോൾ വേറെ രാജ്യങ്ങളിലോട്ട് പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അല്ലാതെ ഇതാണ് ശരി, ഇതാണ് അൾട്ടിമേറ്റ് എന്നോ അല്ലെങ്കിൽ നാട്ടിലത്തെ പരിപാടിയാണ് അൾട്ടിമേറ്റ് എന്നൊന്നും ഞാൻ പറയില്ല. ഇതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഏതാണ് നല്ലതെന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഡിസിഷൻ എടുക്കുക. അല്ലാതെ ബാക്കിയുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഇതാണ് ശരി അല്ലെങ്കിൽ അതാണ് ശരി എന്ന് വിചാരിച്ചൊരു ഡിസിഷൻ എടുക്കരുത്. നിങ്ങൾക്ക് സ്വയമായിട്ട് തോന്നും ഓക്കെ എനിക്കിതാണ് വേണ്ടത് അല്ലെങ്കിൽ എനിക്കിതാണ് വേണ്ടതെന്നൊരു ക്ലാരിറ്റി വരുമ്പോൾ അത് ഡിസിഷൻ എടുക്കുക. റഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
എന്തായാലും ഈ പണിയാണ് നമ്മൾ ജീവിതകാലം മൊത്തം ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ വെറുതെ കിടന്ന് ഓടിയിട്ട് കാര്യമൊന്നുമില്ല. ഓടിയിട്ട് നമ്മൾ എവിടെ എത്താനും പോകുന്നില്ല. അങ്ങനെ ഒരു അവസാനം ഇല്ല, ഒരു എൻഡിങ് പോയിൻ്റ് ഇല്ല മെഡിസിനിൽ. നമ്മൾ മരിക്കുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ UK ജേണി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. ഞാൻ പറ്റാവുന്ന ഒരു വേറെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റവും നാട്ടിലെ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു ടീം അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ ഡോക്ടർ ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കുന്ന ഒരു പരിപാടിയല്ല. പിന്നെ ഇവിടെ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രോപ്പർലിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ NHS എന്നുള്ള ഒരു പബ്ലിക് ഫണ്ടഡ് സംഭവം ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എവിഡൻസ് ഉണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു കൈൻഡ് ഓഫ് മാനേജ്മെൻറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ ഒന്നും കൂടെ ഒരാൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കില്ല. അതിൻ്റെ പരിഭവമുള്ള ഒരുപാട് പേര് നാട്ടിലുണ്ട്. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു, ഈ വൈറൽ പനിക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. അത് കഴിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രമല്ല, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിലൂടെ നയിക്കുകയും ചെയ്യും. നമുക്ക് ചെറിയ ആൻറ്റിബയോട്ടിക്സ് ഒന്നും ഏശാത്ത ഒരു അവസ്ഥ വരും. അത് കുറേ പേർക്കൊന്നും അറിയില്ല. പക്ഷേ നാട്ടിൽ ഈ പറഞ്ഞ പോലെ തോന്നിയ പോലെ നമ്മൾ ആ ആൻറ്റിബയോട്ടിക് എടുത്ത് വിഴുങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് എൻ്റെ ആനുവൽ ലീവും സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൊട്ടക്റ്റഡ് ടൈം ഉണ്ട്. എനിക്ക് ഒരു ടീം അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗമാവാം. എനിക്കൊരു പ്രോപ്പർ ക്ലിനിഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ പേഴ്സണലി എനിക്ക് ഇവിടെയാണ് സഹായിച്ചിട്ടുള്ളത്. എനിക്ക് നാട്ടിൽ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫുഡായാലും വെതറായാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആസ് എ ക്ലിനീഷ്യൻ അല്ലെങ്കിൽ ആസ് എ ഡോക്ടർ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെയാണ്. പക്ഷെ അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് UK ജേണിയുടെ വിശേഷങ്ങൾ. ഇത് ഞാൻ വളരെ ചെറുതാക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് ലെങ്ത് കൂടി പോയിന്ന് അറിയാം. എന്നാലും അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചെറുതാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. ബാക്കി നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.